ഹായ്, ഇന്ന് നമുക്ക് വറുത്തരച്ച കോഴിക്കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 1/2 കിലോ, തേങ്ങ ചിരകിയത് 1 കപ്പ്, ചെറിയ ഉള്ളി 1 കപ്പും പിന്നെ 7 എണ്ണം അരയ്ക്കാനുള്ള ആവശ്യത്തിന്, ചുവന്ന മുളക് 2 എണ്ണം, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 3 എണ്ണം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പച്ചമുളക് 1 എണ്ണം, തക്കാളി 1 എണ്ണം, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 4 ടീസ്പൂൺ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. ഇനി 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു ബ്രൗൺ നിറം ആവുന്നവരെ വറുത്തെടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക, 7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, 3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ നിറം ആകുന്നവരെ വറുത്തെടുക്കുക. ഇപ്പോൾ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചൂടി കിടന്ന് തന്നെ ഈ പൊടികളെല്ലാം മൂത്ത് വരും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വയ്ക്കാം. ഇതിലോട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്താലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെച്ച് വേവിക്കണം. ഞാനിപ്പോൾ എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പൊടിയുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി വയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഇതിലെ മസാലകളൊക്കെ കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. സാധാരണ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വേണ്ടി വരും, എന്നാലേ അതിന് ടേസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ
വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.